അപ്പോൾ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമാണ് ഫിലിപ്പിയർ കൊലോസ്യർ ഫിലേമോൻ. അടുത്തത് സഭാശാസ്ത്രം സംബന്ധിച്ച ലേഖനമാണ്. ഈ സഭാശാസ്ത്രം സംബന്ധിച്ച ലേഖനമാണ് തീത്തോസിന്റെ ലേഖനവും തീമത്തിയോസിന്റെ 1-2 ലേഖനം. 3 ലേഖനം സഭാശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ്. സഭയുടെ നടപടികൾ, ക്രമങ്ങൾ. രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ വന്നാൽ പിന്നെ തോന്നിയതുപോലെ നടക്കാൻ വ്യവസ്ഥയില്ല. ഇതിന് വ്യവസ്ഥയുണ്ട്. സ്തോത്രം. അതിന് നടപടിക്രമമുണ്ട്, അതിന് ശുശ്രൂഷയ്ക്ക് വിധങ്ങളുണ്ട്, ശുശ്രൂഷകന്മാർക്ക് അതിനുള്ള വ്യവസ്ഥയുണ്ട്. കൂടപ്പെടുന്ന ദൈവമക്കൾ അതിന്റെ വ്യവസ്ഥയിൽ നിൽക്കണം. കെട്ടിയടച്ച തോട്ടമാണ് ദൈവസഭ. അവൻ തോന്നുന്നത് പോലെ നടക്കാൻ വ്യവസ്ഥയില്ല. തോന്നുന്നത് പോലൊക്കെ നടന്നതാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ പ്രകാരം പോകണം. അതാ താമസിച്ചു പോയാലോ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. അപ്പൊ ഈ ദൈവാലയത്തിൽ വന്ന് നടക്കാൻ വ്യവസ്ഥയുണ്ട്. അതായി പുസ്തകം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷകന്മാർക്ക് അതിനുള്ള വ്യവസ്ഥയുണ്ട്. കടന്നു വരുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടൊക്കെ ആ പുതിയ നിയമത്തിൽ ഉപദേശം പറയുമ്പോൾ പെട്ടെന്നൊന്നും ഉപദേശിയാകരുത്. പുതിയ ശിഷ്യനും അങ്ങനെയല്ലോ പാപ്പച്ചായ, പുതിയ ശിഷ്യനും അരുത്. പുതിയ ശിഷ്യൻ ആക്കിയാൽ വലിയ കുഴപ്പമുണ്ടാകും. സ്തോത്രം. പണ്ടൊരുത്തം കറുത്ത് മേശയെടുത്ത് മുറിച്ച് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണം? അടുത്തിരുന്ന് പറഞ്ഞ് തന്നെ തിന്നോളാൻ പറഞ്ഞു. അറിയത്തില്ല, അടുത്ത് എന്നെ പറയണമെന്ന് അറിയത്തില്ല. അപ്പം അത് പുതിയ ശിഷ്യനും അരുത്. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ യോജിക്കുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. കുറഞ്ഞ പക്ഷം ഒരു സീനിയർ ദൈവദാസന്റെ കൂടെ കുറഞ്ഞതൊരു 3 കൊല്ലമെങ്കിലും നടക്കുന്നത് നല്ലതാണ്. ഈ എല്ലാ സീനിയറിൻ്റെയും കൂടെ പോകരുത്. വിവരമുള്ള സീനിയറുണ്ട്, പ്രായമുള്ള എല്ലാത്തിനും വിവരം വേണമെന്നൊന്നുമില്ല. ഇപ്പോഴും ബോധമില്ലാത്ത ആൾക്കാർ ഉണ്ട്. അപ്പം നല്ല അറിവുള്ള പരിജ്ഞാനമുള്ള സീനിയറായ ഒരു ദൈവദാസന്റെ കൂടെ പക്വത വന്ന പരിജ്ഞാനമുള്ള നാടൻ ഭാഷ പറഞ്ഞ ശുശ്രൂഷകൻ ഇരുത്തം വന്ന ആ ദൈവദാസന്മാരുടെ കൂടെ കണ്ടും കേട്ടും ഒക്കെ നടന്നാൽ ശുശ്രൂഷയ്ക്ക് പിന്നത്തേത് കയറിയാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എങ്ങും അങ്ങനെ തോക്കുകയില്ല. സ്തോത്രം. അങ്ങനെയല്ലയോ യോശുവായെ ദൈവം കയറ്റിയത്. സ്തോത്രം. യോശുവായെ മോശയെ കൊണ്ട് നേതൃത്വത്തിൽ കൊണ്ടുവന്നു. ഒറ്റ രാത്രി കൊണ്ട് യോശുവ നേതൃത്വത്തിൽ വന്നതല്ല. ഇതിപ്പോ ഒറ്റ രാത്രി കൊണ്ട് ഉപദേശിയാകുന്ന പുള്ളിക്കാരുണ്ട്. റവയൊക്കെ ആകും. ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് റവയായി പോവുക. ഒറ്റ രാത്രി കൊണ്ടാകുന്നത്. ചെല്ലെ പിന്നെ പ്ലെയിനെ വെച്ച് ഓർഡിനേഷൻ കൊടുത്ത് കളയും. കുഞ്ഞുഞ്ഞ് താഴോട്ടിറങ്ങണ്ട, ഇപ്പം കാശുണ്ട്, ഗീച്ചയുണ്ട്, കയ്യുണ്ട്, കുഞ്ഞുഞ്ഞിന് തലയുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ കൈ അങ്ങ് പ്ലേറ്റേ വെച്ച് അടുത്ത തീറ്റിരിക്കുക, കൈ അങ്ങോട്ട് വെച്ച് കാശ് കീശയിലോട്ട് ഇപ്പം തന്നെ ഓടുന്നത്. അങ്ങോട്ട് കയറിയപ്പം കുഴപ്പമില്ലാതെ കയറി, താഴോട്ട് വന്നപ്പം എന്നാ ഒരു അരുതാഴിയ സങ്കീർത്തനം വായിക്കാൻ പോലും അറിയാൻ. അതുപോട്ടെ, ഞാൻ വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ ശുശ്രൂഷയ്ക്ക് തന്മയത്വം ഉണ്ടായിരിക്കണം. മോശയുടെ കൈക്ക് വെള്ളം ഒടിച്ചു കൊടുത്തയാളാ യോശുവ. ഒറ്റ രാത്രി കൊണ്ട് നേതൃത്വത്തിൽ വന്നതല്ല. വളരെ പ്രാർത്ഥിച്ച് നിയോഗത്തോടെ മോശ യോശുവയെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന. ഇന്നത്തെ പെന്തിക്കോസിന്റെ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിന്റെ കീഴ്വഴക്കം അനുസരിച്ച് സൂക്ഷം മോശ കഴിഞ്ഞാൽ ഗർശോമാ വരേണ്ടത്. കാരണം മക്കത്തായോ മരുമക്കത്തായോമായി ഇപ്പം സഭയ്ക്കകത്ത് നടക്കുന്നത്. മക്കത്തായോ അപ്പൻ സെൻട്രൽ പാസ്റ്റർ ആണേ മോനെ ഉടനെ സെൻട്രൽ പാസ്റ്റർ ആക്കുക. അതിപ്പം വിളിക്കുവോ വിളിക്കാതിരിക്കുവോ? അപ്പം വിളിക്കും. തോമാച്ചങ്ങ് സെൻട്രൽ പാസ്റ്റർ പപ്പ എന്നെ ദെയ്യം വിളിനെ വിളിച്ചോളൂ, ഞാനായിപ്പം നിന്നെ വിളിച്ച് വരാൻ പറയും. എന്നാൽ വിളിയുള്ള മക്കളും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. വിളിയുള്ളവൻ ഈ വേലയ്ക്കാകണം. അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട് മോൻ പാസ്റ്റർ ആണെന്നങ്ങനെ വേറെ പുതിയ നിയമത്തിൽ പ്രമാണമല്ല. അത് അകരവുഞ്ഞ പൗരോഹിത്യമാണ്. പുതിയ നിയമത്തിലെ പൗരോഹിത്യം മൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. പണ്ടത്തെ ആ പാരമ്പര്യം. അത് പോട്ടെ. അപ്പോൾ വിളിയുള്ളവര് മക്കളാന്നേലും മരുമക്കളാന്നേലും അപ്പനാന്നേലും സഹോദരങ്ങളാന്നേലും വിളിയുള്ളവനെ ശുശ്രൂഷ ഏറ്റെടുക്കണം. വിളിയില്ലാത്തവന് കൊടുത്തു കഴിഞ്ഞാൽ കുഴയും, സഭ കുഴയും. അങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലം കുഴഞ്ഞിട്ടുണ്ട്. കുഴയാതിരിക്കാനായി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ രീതി അനുസരിച്ചാണെങ്കിൽ മോശ മാറിക്കഴിഞ്ഞാൽ സൂക്ഷം ഗർശോം കയറേണ്ടതാ. പക്ഷെ മോശ ഗർശോമിനെ കയറ്റിയില്ല, യോശുവയെ കൊണ്ടുവന്നു. ഈ യോശുവ ഒറ്റ രാത്രി കൊണ്ട് നേതൃത്വത്തിൽ വന്നതല്ല. നമ്മൾ നോക്കുമ്പോൾ പുള്ളി സൂട്ടുമൊക്കെ ഇട്ട് നിൽക്കുന്ന നേതൃത്വത്തിൽ അല്ല. ഇതിന്റെ പിൻപിൽ ചില വിഷയങ്ങളുണ്ട്. എന്താ? 1-2 വാക്യം വായിച്ചേ. 33:11 പുറപ്പാട് 33:11. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. കൂടാരത്തെ വിട്ടുപിരിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരും കാണാതെ, ആരെയും അറിയിക്കാതെ, വലിയ പരസ്യമൊന്നും നടത്താതെ, അനൗൺസ്മെന്റ് ഒന്നും അധികം ചെയ്യാതെ, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ, കൂടാരം വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു യോശുവയുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നേതൃത്വത്തിൽ വന്നതല്ല, നിരന്തരമായ ആരും കാണാതെ കൂടാരത്തിൽ നിന്ന് ജാഗരിക്കുന്ന യോശുവ. ഞാനൊരു ദൂത് വചനത്തിൽ കൂടെ പറയാം ദൈവകുഞ്ഞുങ്ങളോട്, ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ എല്ലാവരും കാണുക ദൈവം മാനിക്കും. അത് ദൈവത്തിന്റെ നീതിയാ. സ്തോത്രം. യോശുവ ആരും അറിയാതെ കൂടാരം വിട്ട് പിടിയാതെ ഇങ്ങനെ ദൈവസന്നിധി ഇരിക്കുക. അങ്ങനെ ഇരുന്ന് യോശുവയെ തക്ക സമയത്ത് ദൈവം ഉയർത്തി. അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ഭയമുള്ള ഭുജത്തിങ്കിട്ട് താണിരിക്കണം. ദൈവം വിശ്വസ്തൻ. അപ്പോൾ കൂടാരം വിട്ട് പിരിയാത്ത യോശുവ, അതുകൊണ്ടാണ് നേതൃത്വത്തിൽ വന്നത്. വേറൊരു കാര്യം, ഈ മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലേക്ക് പോയപ്പോൾ യോശുവയും കൂടെ കൊണ്ടുപോയി. 24 അധ്യായത്തിന്റെ 12 മുതലൊന്ന് വായിച്ചു. 24-12 പുറപ്പാട്. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളിച്ചെയ്തു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അപ്പോൾ അവന്റെ ശുശ്രൂഷക്കാരനാകുന്ന യോശുവയും കൂടെ എഴുന്നേറ്റ് മോശ യോശുവയും കൂടെ ഈ പർവ്വതത്തിലോട്ട് പോയത്. ഞങ്ങൾ ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ ഞാനും യോശുവയും, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പിക്കും. നിങ്ങളെല്ലാം വേറെ സഭ ഉണ്ടാക്കരുത്, ഇവിടെ തന്നെ താമസിക്കണം. സ്തോത്രം. ദോഷമൊന്നും ഒപ്പിച്ച് വെക്കരുത്. നിങ്ങളെല്ലാം ഇവിടെ തന്നെ കാണണം. കൗൺസിൽ അംഗങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മസിൽ പിടിച്ച് ആരെ വിഴുങ്ങണ്ടെന്ന് ഓർത്ത് നോക്കിയിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ പോയി ചെഞ്ഞ് തിരിച്ച് വരും. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ. അഹരോനും ഹൂരും ഇവിടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അതിനെ അങ്ങനെ പറഞ്ഞേ, ഈ 10-40 ദിവസം കൊണ്ട് എന്തെങ്കിലും കാര്യമൊക്കെ ഇവന്മാർ ഒപ്പിക്കും. എന്തെങ്കിലും കാര്യം ഉണ്ടാക്കും. അതെല്ലാം പൊരിഞ്ഞ പുള്ളിക്കാരല്ലയോ. സ്തോത്രം. കാട്ടാനയ്ക്ക് ലാട ഓടിക്കുന്നവന്മാരാ ചിലത്. കുതിരയെ ലാട ഓടിക്കുന്ന ഒറ്റയ്ക്കാ, കാലും കയ്യും കൂട്ടിക്കെട്ടിയ. കാട്ടാനയൊക്കെ ഒറ്റയ്ക്ക് ലാട ഓടിക്കുന്ന പുള്ളിക്കാരാ. സ്തോത്രം. അത് പ്രശ്നം ഉണ്ടാക്കി, എന്തേലും പ്രശ്നം ഉണ്ടാക്കും. കൺവെൻഷൻ കഴിഞ്ഞാലും എന്തേലും. എന്നാലും എൻ്റെ പേര് പറഞ്ഞില്ല, അതൊരു പ്രശ്നമായി വരും. അതിനാ പാവത്താൻ പേടിച്ച് പറഞ്ഞ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും പേര്. പാപ്പച്ചാന് മനസ്സിലായി. പാപ്പച്ചാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു, പുള്ളിക്കും പറഞ്ഞു. അതിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ. അങ്ങനെയുള്ളവര് അളിയനും ചേട്ടനും ഇവിടെ നിൽപ്പുണ്ട്, ഹൂരും അഹരോനും, അവരുടെ അടുക്കൽ ചെല്ലട്ടെ. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. മോശയും പർവ്വതത്തിൽ കയറിപ്പോയി. ചരിത്രം പറയുന്ന മോശ പർവ്വതത്തിന്റെ മുകളിലോട്ട് അങ്ങ് കയറിപ്പോയി. ഈ യോശുവ പർവ്വതത്തിന്റെ അടിവാരത്തിൽ പ്രത്യേക സ്ഥലത്തുണ്ടായിരുന്നെന്ന. അപ്പൊ ഈ ചേട്ടനെ അളിയനെയും മേളിലോട്ട് കൊണ്ടുപോയില്ല. അതിന് എന്റെ എന്താ പറയാ, ഈ ചില അളിയനെ ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അല്ലെ മറ്റേ അളിയനെ ഒത്തിരി മേളിലോട്ട് പോകുന്നത് മറ്റേ അളിയനെ ഇഷ്ടമല്ല. അളിയൻ പിടിച്ച് വലിക്കും. നമുക്ക് അളിയനെയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം പറയാം അളിയൻ അത്ര അങ്ങനെ മേലോട്ട് പോകണ്ട. പകുതി ചെല്ലുമ്പം മറ്റേ അളിയൻ പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഈ അളിയൻ അറിയാം മറ്റേ അളിയൻ വലിക്കുന്ന അളിയനാണ്. അതുകൊണ്ട് പോകാൻ നേരത്ത് പറഞ്ഞ് അളിയൻ ഇവിടെ നിന്നാൽ മതി, ഞാനങ്ങ് പൊക്കോളാന്ന് പറഞ്ഞു. എല്ലാ അളിയനെ എല്ലായിടത്തും കൊണ്ടുപോകാൻ. അപ്പോൾ അളിയനോടും ചേട്ടനോടും പറഞ്ഞു ഇവിടെ ഇരുന്നാൽ മതി, നിങ്ങൾ പാളയത്തിൽ നിൽക്കേ, ഞാനും യോശുവയും പോയ. അങ്ങനെ മോശ പർവ്വതത്തിന്റെ പൊട്ടുപൊട്ടിക്കിൽ കയറി. അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. യോശുവ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്ന. അപ്പോൾ ഒരു ചരിത്രം പറഞ്ഞത് 40 ദിവസം മോശ ദൈവസന്നിധിയിൽ ഭക്ഷണം പിടിഞ്ഞ് വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാൻ. അതുകൊണ്ട് യോശുവായി വരുന്ന 40 മോശ അവിടെ. കാരണം പർവ്വതത്തിൽ അടുക്കാനും തൊടാനും ഒക്കത്തില്ല. മൃഗം പോലും വന്ന് തൊട്ടേക്കരുത്, അത്രയ്ക്ക് വേർപാടാ. അപ്പോൾ മോശ മുകളിൽ 40 ഇരുന്നപ്പോൾ വാക്യമില്ലെങ്കിലും ചരിത്രം വന്നത് യോശുവയും 40 ഇരുന്നെന്ന. മോശ വെള്ളം കുടിച്ചില്ല, യോശുവയും കുടിച്ചില്ല. മോശ ഭക്ഷണം കഴിച്ചില്ല, യോശുവയും കഴിച്ചില്ല. മോശ 40 ഇരുന്നു, യോശുവയും 40 ഇരുന്നു. അപ്പൊ മുകളിൽ ദൈവസാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി, അതിന്റെ ഒരു പകർച്ച താഴോട്ട് പറഞ്ഞു. ഇതെല്ലാം യോശുവയും അനുഭവിച്ചു. അപ്പൊ ഇങ്ങനെ ഒറ്റ രാത്രി നേതൃത്വത്തിൽ വന്നതല്ല. ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്നവൻ, പ്രമാണത്തിന് വില കൊടുത്തവനാ. 40 കഴിഞ്ഞപ്പം യോശുവ ഇറങ്ങിപ്പോയില്ല, താമസിച്ചെന്ന് പറഞ്ഞ് പ്രമാണം വാങ്ങാൻ പോയത്. അത് വാങ്ങി തിരികെ വരുവോളം യോശുവ അവിടെ ഇരുന്നെന്നുള്ളതാണ് എന്ന് പറഞ്ഞ്. 1 ആരും അറിയാതെ വേറിട്ട് പ്രാർത്ഥിക്കുന്നവൻ. 2 പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ. അങ്ങനെയുള്ള ദൈവകുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തും.